വ്രതനിഷ്ഠകൾ പാലിച്ചു തന്നെ അയ്യപ്പന്മാർ ശബരിമലയിൽ ദർശനത്തിനെത്തണമെന്ന് പുതിയ ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി. പ്രകൃതിയാണ് അയ്യപ്പൻ. അതിനാൽ പൂങ്കാവനം മലിനമാക്കാതിരിക്കാൻ ഇരുമുടിക്കെട്ടിലടക്കം പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ സ്വാമിമാർ പരമാവധി ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. ശബരിമല മേൽശാന്തിയായി കൊല്ലം നീണ്ടകര സ്വദേശി എസ് അരുൺകുമാർ നമ്പൂതിരി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അമൃത TV പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ബാലമുരളിക്ക് ശേഷം കൊല്ലത്തു നിന്നും പുതിയൊരു കൊല്ലം സ്വദേശിയായ മേൽശാന്തി ശബരിമലയിൽ എത്തിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണല്ലോ. അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ന വർഷം ഇന്ന ആയിരിക്കണം മേൽശാന്തി ആവുന്നതെന്ന്. അദ്ദേഹം നേരത്തെ അത് അദ്ദേഹത്തിന് അറിയാം. അതനുസരിച്ച് ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പൂജ ചെയ്യാനുള്ള അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇത്തവണ ഒരു വലിയ സസ്പെൻസ് ആയിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തെ ആദ്യ നറുക്കിൽ മേൽശാന്തിയെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ ഇത്തവണ വളരെ ഒരു സസ്പെൻസ് ആയിരുന്നു. അപ്പം ഇത് എങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു? ഇല്ല, ഞാനന്ന് അമ്പലത്തിലായിരുന്നു. നമ്മൾ പൂജയല്ലേ, ഒന്നാമത്തെ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ കൃത്യമായിട്ട് പോകണം. അന്ന് തിരക്കുമുണ്ട്. അവിടെ പൂജ കഴിഞ്ഞപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. പിന്നെ ഞാനൊരു 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം പ്രതീക്ഷ വെച്ചിരുന്നു. പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ അവിടെ മഹാലക്ഷ്മിയാണല്ലോ ഞാൻ ഇപ്പം പോയത്. അവിടെ ഭക്തജനങ്ങൾക്കൊക്കെ ഒരു സന്തോഷം, ഒരു വിഷമം. എനിക്ക് കിട്ടിയാൽ ഞാൻ പോകും, അത് അവർക്കൊരു ദുഃഖം. അങ്ങനെ തിരുമേനി നമ്മുടെ അമ്പലത്തിൽ നിന്ന് സന്തോഷമുണ്ട്, പക്ഷേ ഇവിടുന്ന് പോകുന്നത് പറയുമ്പോൾ അവർക്കൊരു വിഷമം. ഞാൻ പറഞ്ഞ് ഇത് നമ്മളൊന്നും തീരുമാനിക്കേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ഇവിടുത്തെ ഭഗവതി മഹാലക്ഷ്മി അമ്മ തീരുമാനിക്കട്ടെ. അമ്മ വിടുവാണെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ അടുത്ത വർഷം വീണ്ടും ഞാനിതിന് പരിശ്രമിക്കും. പരിശ്രമമില്ലാതെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു കാര്യവും നേടാൻ പറ്റത്തില്ല. ഭഗവതി അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ്. ഞാൻ വളരെ കാലമായിട്ട് അതിന് പരിശ്രമിക്കുകയാണ്. ഭഗവതി അത് നടത്തി തരണേ. അന്ന് എന്തോ ഒരു ഉൾവിളി പോലെ അത് നടക്കും എന്നൊരു അരുളിപ്പാട് പോലെ ഭഗവതിയുടെ ഒരു അനുഗ്രഹം കിട്ടിയത്. 5 തവണയിലേറെ എന്തോ അപേക്ഷിക്കുന്നു. ആറാമത്തെ പ്രാവശ്യമാണ്. പിന്നെ മഹാലക്ഷ്മി അല്ലേ, എല്ലാ ഐശ്വര്യം തരുന്ന അമ്മയല്ലേ ഭഗവതി. നമ്മൾ വേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏത് ജോലിയാണെങ്കിലും നമ്മുടെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ അതിൻ്റെ ഫലം ഉറപ്പാണെന്നുള്ളൊരു സത്യം തന്നെയാണ്. സ്ത്രീകളുടെ ശബരിമലയിൽ നിന്നാണ് ശബരിമലയിലേക്ക്. അതെ, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആ ഭഗവതി ക്ഷേത്രത്തിൽ 2 പ്രാവശ്യം തുടർച്ചയായിട്ട് മേൽശാന്തിയാവാൻ അമ്മയെ അനുഗ്രഹിച്ചു. അതിനുശേഷം നമ്മുടെ അയ്യൻ്റെ കലിയുഗവരതനായിരിക്കുന്ന ധർമ്മശാസ്താവിനെ പൂജിക്കാൻ ഭഗവതിയുടെ കൂടെ അനുഗ്രഹത്തോടെ ഇന്ന് ഇവിടെ എത്തിയാണ്. അത് ശബരിമലയെന്നല്ലേ പറയുന്നേ. അമ്മയുടെ അരികിൽ തന്നെയാണ് അയ്യൻ കുടികൊള്ളുന്നത്, മാളികപ്പുറത്തമ്മ. തീർച്ചയായും ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്നെയാണ് നമ്മളെ ഈ പ്രപഞ്ചവും ഈ സ്ഥിതി നമ്മൾ കാണുന്നതെല്ലാം. അന്നേരം ഇതിലൊന്നും ഒരു വേർവ്യത്യാസമില്ല. മാളികപ്പുറത്തമ്മയെന്ന് പറഞ്ഞാലും ആറ്റുകാലമ്മയെന്ന് പറഞ്ഞാലും അമ്മമാരെല്ലാം ഒന്നാ അല്ലേ. അമ്മമാർക്ക് വ്യത്യാസമൊന്നുമില്ല. അമ്മമാർക്കുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അമ്മമാർക്ക് വാത്സല്യം കൂടും മക്കളോട്. അതാണ് അമ്മയ്ക്ക് ഉള്ള ഗുണം. അതുകൊണ്ടാണ് എനിക്ക് അമ്മ ഒരു പ്രാവശ്യം കൂടെ അവിടെ നൽകിയത്. അതാണ് അമ്മ ഇത്തവണയും അങ്ങനെ തന്നെ ഭാഗ്യം നൽകുകയായിരുന്നു. ഞാൻ പോയി തൊഴുത് പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ, അമ്മ കുറേ കാലം കൊണ്ട് ഞാനിത് പരിശ്രമിക്കുകയാണ്, എന്നെ പറ്റിക്കരുത്, അമ്മ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഭഗവതിക്ക് അറിയാമല്ലോ എല്ലാം. ഭഗവതിയും നമ്മുടെ അയ്യപ്പസ്വാമിയും കൂടെ ഒക്കെ ഒരു തീരുമാനം എടുക്കുമ്പോഴേ നമുക്ക് അവർ നമ്മളെ ഇങ്ങോട്ട് അയക്കുകയും ഭഗവാനെ സ്വീകരിക്കുകയും വേണമല്ലോ. പുറപ്പെടാശാന്തിയായി ഇനി ഒരു വർഷം ഇനി ഇവിടെയാണ്. അതെ, ഭഗവാനോടൊത്ത് ഒരു തപസ്. ഇപ്പം നമ്മുടെ മണ്ഡലകാലം ശരണഘോഷത്തോടുള്ള ഒരു വലിയൊരു ആഘോഷമാണ് നമ്മളിവിടെ നടക്കുന്നത്. എല്ലാം നാമജപത്തിൻ്റെ ശക്തിയാണ്, ആഘോഷമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നടയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനും ഞാനും, അദ്ദേഹവും ബ്രഹ്മചാരിയാണ്, ഞാനും ബ്രഹ്മചാരിയാണ്. അദ്ദേഹവും തപസ്സിലാണ്, ഞാനും തപസ് ചെയ്യുന്നു. ജപ കാര്യാദികൾ നമ്മൾ ചെയ്യുന്നു. അതാണ്. ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരോട് പുതിയ മേൽശാന്തിക്ക് എന്താണ് പറയുന്നത്? നമുക്ക് ശബരിമലയെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പങ്ങൾക്ക് മറ്റ് ക്ഷേത്രങ്ങളെക്കാട്ടി വിഭിന്നമായിട്ട് ചില ആചാര ബന്ധങ്ങളുള്ളൊരു സ്ഥലമാണ്. അന്നേരം വ്രതാനുഷ്ഠാനം
നന്നായി എടുക്കണം. നമ്മൾ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ വ്രതം ഭംഗം വരാതെ നമ്മൾ വളരെ കരുതലോടെ അത് എത്ര ദിവസമാണ് ഒരു മണ്ഡലമാണ് നമുക്കത് ഉത്തമമായിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടതും. അത് സ്വീകരിച്ച് നമ്മൾ ഭഗവാനെ കാണാനെത്തുക. നമ്മൾ അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പ്രകാരം തന്നെ ആ ദർശനം പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നൊരു വലിയ വിപത്ത് നമ്മളെ ലോകമെമ്പാടും നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശത്രുവായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒക്കുന്നതും അയ്യപ്പന്മാർ ഇത് ഇരുമുടിക്കെട്ടിലും മറ്റ് ഉള്ള സാധന സാമഗ്രികളൊക്കെ ഒന്ന് നമ്മുടെ പേപ്പറുകളിലോ മറ്റെന്തെങ്കിലും തുണി സഞ്ചികളോ ഒക്കെ ആക്കിയാൽ നമുക്ക് ഈ പ്രകൃതിയെ രക്ഷിക്കാൻ പറ്റും. നമുക്ക് അതെ ശബരിമല ഞാൻ പറഞ്ഞത് പ്രകൃതി ഈശ്വരൻ തന്നെ ആണല്ലോ, നമ്മുടെ അയ്യപ്പസ്വാമി തന്നെയാണ് പ്രകൃതി. അന്നേരം നമുക്ക് ആ ഭഗവാന്റെ തത്വത്തെ നമ്മൾ നിലനിർത്താനും നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് ഭഗവാനെ കാണാൻ ഇവിടെ എത്തുമ്പം നമ്മളൊരു ദോഷം ചെയ്തിട്ട് പോകരുത്. അന്നേരം നമ്മൾ ഇത് ഒരു നല്ല കരുതലാണ്. എല്ലാവരും എല്ലാ ഭക്തന്മാരും അത് ഏറ്റെടുക്കാമെങ്കിൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മകനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ടല്ലേ? അതെ, മകനും ഇവിടെ വന്നിട്ടുണ്ട്. മകനും പൂജാതി കർമ്മങ്ങൾ പഠനം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ +1 ആണ്. അതോടൊപ്പം തന്നെ ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിയാണ്. അവിടെ തന്ത്രവും വേദവും യൂണിവേഴ്സിറ്റി പഠിത്തവും എല്ലാം കൂടെ ആണ്. അന്നേരം മകന് എല്ലാ ദിവസവും നമുക്ക് അവധി കിട്ടത്തില്ല. ഇപ്പോൾ അനധ്യായമായതുകൊണ്ടാണ് ഇപ്പം കൂടെ കൊണ്ടുവരാൻ പറ്റിയത്. അന്നേരം ക്ലാസ് കട്ട് ചെയ്യാതെ നമുക്ക് അത് ഇവിടെ മോനെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. എന്തായാലും ഇപ്പം മല ചവിട്ടിയപ്പോൾ മോനെ കൊണ്ടുവന്നു. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് പോകണം, പോയി വന്ന് നിൽക്കട്ടെ എന്നുള്ള. ശബരിമല മുൻ മേൽശാന്തി തന്നെയാണ് കെട്ടി നിറച്ച് തന്ന് അയ്യപ്പൻ്റെ അരികിലേക്ക് അയച്ചത്. അതെ അതെ അതെ, ബാലമുരളി ചേട്ടൻ എൻ്റെ ഒരു ഗുരുനാഥനും എൻ്റെ ഒരു ഏട്ടനെ പോലെയൊക്കെയാണ് ഞാൻ കരുതുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹവും ആറ്റുകാൽ മേൽശാന്തി ആയിരുന്നു, അതിനുശേഷം ശബരിമല മേൽശാന്തി ആകുന്നത്. പിന്നെ എൻ്റെ ഇല്ലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പുതിയ ഭഗവതി ക്ഷേത്രം. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയും പറയും. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ നേടാറുണ്ട്. അത് എൻ്റെ ഒരു അദ്ദേഹം നല്ല ഉപദേശങ്ങളാണ് തരുന്നത്. അത് കൊല്ലക്കാർക്കൊക്കെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതെ, കൊല്ലം നമ്മുടെ നാട്ടുകാർ ജനങ്ങളെന്നൊക്കെ പറയും നമ്മുടെ ഭക്തജനങ്ങളാണല്ലോ. എല്ലാവരും അയ്യപ്പനോട് ആരാധനയില്ലാത്ത ആരുമില്ല. അന്നേരം ഇങ്ങനൊരു വലിയ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. അത് ഒരു ഇല്ലത്ത് ഒതുങ്ങുന്ന ഒരു ബന്ധമല്ല ഇപ്പം നമ്മളെ ജില്ലയ്ക്കും ഒക്കെ. കൊല്ലം ജില്ലയെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം ഞങ്ങളുടെ തിരുവേനിയാണെന്നാണ് പറയുന്നത്. എന്തായാലും തിരുമേനി അരുൺകുമാർ നമ്പൂതിരി ഭക്തരോട് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരോട് പറയുന്നത് വ്രതനിഷ്ഠകൾ കൃത്യമായി പാലിക്കുക, ഒപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു വർഷക്കാലം ഇനി അയ്യന് പൂജ ചെയ്യാനുള്ള ആ നിയോഗം ലഭിച്ചതിൻ്റെ പുണ്യനിറവിലാണ് അരുൺകുമാർ നമ്പൂതിരി. അദ്ദേഹത്തിനരികിൽ നിന്നും ക്യാമറമാൻ സനൽകുമാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.